നിലമ്പൂർ തെരഞ്ഞെടുപ്പും അതിന്റെ അലയൊലിയും കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഒരു വിവാദത്തിന്റെ വസ്തുതയിലേക്കാണിന്ന്. CPIM RSSുമായി എന്നെങ്കിലും സഹകരിച്ചിട്ടുണ്ടോ? സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തിയതും എന്താണ്? അന്നുണ്ടായ തെരഞ്ഞെടുപ്പ് സഹകരണം ആരുമായിട്ടാണ്? ഇതാ ആരംഭിക്കുന്നു സത്യം പറയട്ടെ. അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരുടെ പട്ടികയെടുത്താൽ ജനതാ പാർട്ടി എന്നൊരു പേരേ കാണില്ല. പക്ഷേ ഇന്ത്യ ഭരിച്ചത് ജനതാ പാർട്ടിയുമാണ്. കോൺഗ്രസ് 187 സീറ്റിലേക്ക് കൂപ്പുകുത്തിയ തെരഞ്ഞെടുപ്പാണ്. ജനതാ പാർട്ടി 345 സീറ്റ് നേടി അധികാരത്തിലെത്തിയെന്നാണ് കണക്കുകൾ. പക്ഷേ ജയിച്ച സ്ഥാനാർത്ഥിമാരുടെ പട്ടികയെടുത്താൽ ജനതാ പാർട്ടി എന്ന പേരില്ല. അതിന് പ്രത്യേക കാരണമുണ്ട്. ജനതാ പാർട്ടി നിലവിൽ വന്നെങ്കിലും അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടി മത്സരിച്ചത് സ്വന്തം പേരിലല്ല, BLD എന്ന പേരിലാണ്. BLD എന്നാൽ ഭാരതീയ ലോക്ദൾ. എല്ലാ സ്ഥാനാർത്ഥിമാർക്കും ചിഹ്നവും BLDയുടേതായിരുന്നു. അതാണ് നിലമുഴുന്ന കർഷകൻ. ജനതാ പാർട്ടിക്ക് രജിസ്ട്രേഷൻ കിട്ടിയെങ്കിലും ചിഹ്നം കിട്ടിയില്ല. ഈ സാഹചര്യത്തിൽ സ്വതന്ത്രന്മാരുടെ ചിഹ്നമാണ് കിട്ടുക. പല മണ്ഡലങ്ങളിലും പല ചിഹ്നമാകും. മാത്രമല്ല, സ്വതന്ത്രൻ എന്ന നിലയിൽ ജയിച്ചു വരുന്നവർ കൂറുമാറാനും സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനാണ് ജനതാ പാർട്ടിയിൽ ലയിച്ച BLDയുടെ ചിഹ്നത്തിൽ എല്ലാവരും മത്സരിച്ചത്. കേരളത്തിൽ CPIM പിന്തുണച്ച KG മാരാർ മത്സരിച്ചതും BLD സ്ഥാനാർത്ഥിയായാണ്. കൂത്തുപറമ്പിൽ CPIM സ്ഥാനാർത്ഥിയായിരുന്ന പിണറായി വിജയനെ പിന്തുണച്ചതും ഇതേ BLD ആണ്. ചരൺ സിംഗിന്റെ പാർട്ടിയായിരുന്നു ഭാരതീയ ലോക്ദൾ എന്ന BLD. അത് രൂപീകരിച്ചിട്ട് ഏറെ കാലമൊന്നും ആയിരുന്നില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് ഒരു വർഷം മുൻപ് 1974 മാത്രമാണ് രൂപീകരിച്ചത്. 7 പാർട്ടികളായിരുന്നു BLD എന്ന ഒറ്റ പാർട്ടിയായി മാറിയത്. സ്വതന്ത്ര പാർട്ടി, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി, ഉത്കൽ കോൺഗ്രസ്, ഭാരതീയ ക്രാന്തിദൾ തുടങ്ങിയ പാർട്ടികളാണ് BLDയായി മാറിയത്. ഈ BLDയിലേക്ക് മറ്റ് 2 പാർട്ടികൾ കൂടി ചേർന്നാണ് ജനതാ പാർട്ടി ഉണ്ടായത്. ലയിച്ചത് ജനസംഘവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് Oയുമാണ്. O എന്നാൽ ഓർഗനൈസേഷണൽ കോൺഗ്രസ് അഥവാ സംഘടനാ കോൺഗ്രസ് ആണ്. K കാമരാജും മൊറാർജി ദേശായിയുമൊക്കെ നേതൃത്വം നൽകിയത്. ആ സംഘടനാ കോൺഗ്രസിലായിരുന്നു M കമലവും പിന്നീട് KPCC അധ്യക്ഷനായ K സുധാകരനുമൊക്കെ. ജനസംഘത്തെ ജനതാ പാർട്ടിയിൽ എടുക്കുമ്പോൾ ഒരു നിബന്ധന വെച്ചുവെന്നാണ് BLDയുടെയും സംഘടനാ കോൺഗ്രസിന്റെയും നേതാക്കൾ പറയുന്നത്. RSSുമായി പൂർണ്ണമായും ബന്ധം ഒഴിവാക്കണമെന്നായിരുന്നു ആ നിബന്ധന. RSSുമായി ബന്ധമൊഴിഞ്ഞുവന്ന ജനസംഘത്തെയാണ് ജനതാ പാർട്ടിയിൽ എടുത്തതെങ്കിലും നേതാക്കൾ പഴയ RSSുകാർ തന്നെയായിരുന്നു. ഉദുമയിൽ മത്സരിച്ച KG മാരാർ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. സ്ഥാനാർത്ഥിത്വം ജനതാ പാർട്ടിയുടെ പേരിലുള്ള BLDയുടേത്. പ്രവർത്തിച്ചത് RSS നേതാക്കൾ. മാരാർ ജയത്തിന് തൊട്ടടുത്തെത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു അത്. NK ബാലകൃഷ്ണനോട് തോറ്റത് 3500 വോട്ടിന് മാത്രമായിരുന്നു. KG മാരാർ ഉദുമയിൽ മത്സരിച്ച ഈ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂത്തുപറമ്പിൽ നിന്ന് മത്സരിച്ചത്. അന്ന് BLDയുടെ പിന്തുണ സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടേണ്ടതാണ്. പക്ഷേ കൂത്തുപറമ്പിലെ അക്കാലത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുക. CPIM RSS ഏറ്റുമുട്ടൽ തുടങ്ങുന്നത് കണ്ണൂരല്ല, കോഴിക്കോടാണ്. കോഴിക്കോട് CPIMന്റെ ഏറ്റവും ഊർജ്ജസ്വലനായ പ്രവർത്തകനായിരുന്ന PP സുലൈമാൻ കൊല്ലപ്പെടുന്നു. RSS പ്രവർത്തകരായിരുന്നു പ്രതികൾ. അന്നു മുതൽ ആരംഭിച്ചതാണ് സംഘർഷം. ഇതിനു പിന്നാലെയാണ് തലശ്ശേരിയിൽ വാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെടുന്നത്. രാമകൃഷ്ണൻ ജനസംഘത്തിന്റെ പ്രവർത്തകനായാണ് അറിയപ്പെട്ടത്. രാമകൃഷ്ണൻ വധക്കേസ് രേഖകളിൽ കുറ്റാരോപിതരായി 2 പേർ ഉണ്ടായിരുന്നു, പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും. വാടിക്കൽ രാമകൃഷ്ണന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നാണ് CPIM കോടതിയിൽ വാദിച്ചത്. ഗണേഷ് BD കമ്പനിയിൽ തൊഴിലാളികൾ 2 തട്ടിലായിരുന്നു. ഉടമകളുടെ കയ്യാളായിരുന്നു രാമകൃഷ്ണൻ എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. 2 സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടു. കേസിൽ പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും കോടതി വെറുതെ വിട്ടു. കേസിൽ ഇതാണ് സംഭവിച്ചതെങ്കിലും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കണ്ണൂർ ജില്ലയിലെ RSS പ്രവർത്തകരുടെ നോട്ടപ്പുള്ളികളായിരുന്നു. അന്നു മുതൽ അവിടെ പ്രത്യേക പാറാവൊരുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കൊല്ലാൻ നടന്ന പിണറായി വിജയനായി RSSുകാർ കൂത്തുപറമ്പിൽ വോട്ട് പിടിക്കുമോ എന്നാണ് പാർട്ടി ഉയർത്തിയ ചോദ്യം. കൂത്തുപറമ്പിൽ ഏത് സാഹചര്യത്തിലും CPIM ജയിക്കും.
ആ ചരിത്രം ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും വാദിക്കുന്നു. ഇത് മാത്രമല്ല CPIM ബന്ധത്തിനായി ആരോപിക്കുന്നത്. EK നയനാരും പിണറായി വിജയനും മുഖ്യമന്ത്രിമാരായിരിക്കുമ്പോൾ RSSുമായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയില്ലേ? 1980 EK നയനാർ അധികാരത്തിൽ, EMS CPIM ജനറൽ സെക്രട്ടറി. അക്കാലത്താണ് P പരമേശ്വരൻ EMSനെ വിളിച്ച് സമവായ സാധ്യത തേടുന്നത്. ഡൽഹിയിൽ വെച്ച് EK നയനാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് EMS അവസരമൊരുക്കി. ആ കൂടിക്കാഴ്ച നടക്കേണ്ട ദിവസം കണ്ണൂരിൽ പിന്നീട് കേന്ദ്രമന്ത്രി വരെയായ V മുരളീധരൻ അറസ്റ്റിലായത് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയായ KG വേണുഗോപാൽ എന്നാണ് ഡൽഹിയിൽ വാർത്തയെത്തിയത്. ഡൽഹിയിലെ BJP പ്രവർത്തകർ കേരള ഹൗസിലേക്ക് മാർച്ച് നടത്തി. അന്ന് നടക്കാനിരുന്ന ചർച്ച ഇതിനാൽ അലങ്കോലമായി. അതിനൊരു തുടർച്ചയുണ്ടായത് കൊച്ചിയിലാണ്. CPIMനു വേണ്ടി TK രാമകൃഷ്ണനും MM ലോറൻസും, RSSനായി ദത്തോബാന്ത് തെങ്ങാടിയും R ഹരിയും P മാധവനും. രാവിലെ ആരംഭിച്ച് രാത്രി വൈകും വരെ നീണ്ട ആ കൂടിക്കാഴ്ചയിൽ പരസ്പരം ആക്രമിക്കുന്നത് ഒഴിവാക്കാൻ ധാരണയായി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം നടന്ന ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിച്ചത് ശ്രീ M ആണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമാണ് ചർച്ചയ്ക്കെത്തിയത്. RSSനു വേണ്ടി സംസ്ഥാന സെക്രട്ടറി P ഗോപാലൻകുട്ടി, വിഭാഗ് പ്രചാർ പ്രമുഖ് വത്സൻ തില്ലങ്കേരി, ജന്മഭൂമി മാനേജിംഗ് ഡയറക്ടർ M രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ആ ചർച്ചയിൽ പ്രത്യേകിച്ച് തീരുമാനമൊന്നുമായില്ല എന്നാണ് ഇരുകൂട്ടരും പറയുന്നതെങ്കിലും സംഘർഷം അതോടെ അയഞ്ഞു. RSSുമായി സംഘർഷം ഒഴിവാക്കാൻ കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യം. എന്നാൽ തെരഞ്ഞെടുപ്പുകളിൽ നീക്കുപോക്കുണ്ടായതിന് തെളിവില്ല. RSS ബന്ധമൊഴിഞ്ഞ് BLDയിൽ ലയിച്ച് ജനസംഘം ജനതാ പാർട്ടി ആയപ്പോൾ ആ പാർട്ടിയുമായി സഖ്യം ഉണ്ടായിട്ടുമുണ്ട്. നമസ്കാരം.